ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള IPL ഓണേഴ്സായിട്ടുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം. നമുക്കറിയാം IPL ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണുള്ളത്. ഇന്നലെ ഫസ്റ്റ് ക്വാളിഫയർ കഴിഞ്ഞു, ഓൾമോസ്റ്റ് എൻഡ് ആവാനായി. ഇനിയിപ്പോൾ ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി, പക്ഷേ എങ്കിലും നമുക്കറിയാം IPL ആയിട്ട് ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളും IPL ടൈമിൽ നല്ല രീതിയിൽ കയറാറുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടുള്ള ഒരു ചരിത്രമാണ്. അതുകൂടാതെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു രസമുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ടി വിയിലായാലും എന്ത് കാര്യമായാലും സ്റ്റോക്ക് മാർക്കറ്റായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഒരു സ്വഭാവമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ പരസ്യങ്ങളിലായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ കാണുന്നത്. അങ്ങനെയുള്ള കമ്പനികൾ കാണുമ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് IPL ഓണേഴ്സായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പേരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം IPL 2024 നടന്നത് 17ാമത്തെ IPL ആണ്. അതിൻ്റെ മെയിൻ സ്പോൺസറായിട്ട് വരുന്നത് ടാറ്റയാണ്. ടാറ്റ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് വരുന്ന ഏറ്റവും വലിയൊരു ഗ്രൂപ്പിലൊന്നാണ്. അവരുടെ കമ്പനികൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റർ പറയുന്നത് ജിയോ സിനിമയാണ്, അതായത് ജിയോയുടെ പാർട്ടാണ്, റിലയൻസിൻ്റെ പാർട്ടാണ്. അതേപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ആണ് TV ബ്രോഡ്കാസ്റ്ററായിട്ട് വരുന്നത്. IPL ടോട്ടലി 10 ടീംസാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനി ഓണറായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. IPL തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയാം. അവരുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ സിമൻസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണത്. N ശ്രീനിവാസനാണ് അതിൻ്റെ MD. ഈ ഒരു കമ്പനി IPL സ്റ്റാർട്ടിങ് മുതൽ CSKയുടെ ഓണേഴ്സാണ്. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് 6,433 കോടിയാണെന്ന് കാണാം. ഇനി IPL രണ്ടാമത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടീമും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമെന്ന് പറയാൻ പറ്റുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. അവരുടെ ഓണേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണ്. റിലയൻസ് ആണ് അവരുടെ ഓണേഴ്സ്. നിങ്ങൾക്കറിയാം, നീതാംബനി മിക്ക IPL ഗെയിംസിലും കാണാൻ പറ്റും. നിങ്ങൾക്ക് റിലയൻസിനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് റിലയൻസ്. IPL സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഓണറായിട്ട് അവരുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ബിഡിങ്ങും മുംബൈക്ക് വേണ്ടി അവരാണ് ബിഡ് ചെയ്തത്. ഇനി റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 19,65,433 കോടിയാണെന്ന് നമുക്ക് കാണാം. റിലയൻസിൻ്റെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള ഇന്ത്യാവൻ സ്പോർട്സ് എന്നുള്ള കമ്പനിയാണ് ഈ ഒരു മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിനെ ഓൺ ചെയ്യുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടീം RCB റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. യുണൈറ്റഡ് ബ്രീവറീസ് ആണ് അവരുടെ ഓണേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നുള്ള കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്. ലോകത്തിൽ തന്നെ ആൽക്കഹോൾ ഭീമന്മാരായിട്ടുള്ള ഡിയാജിയോയുടെ ഒരു ഭാഗമാണ് ഈ യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നുള്ള കമ്പനി. നിങ്ങൾക്കറിയാം, RCBയുടെ ഓണർഷിപ്പ് ആദ്യം ഉണ്ടായിരുന്നത് വിജയ് മല്യയുടെ കയ്യിലായിരുന്നു. പിന്നീട് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഈ ഡിയാജിയോ ഏറ്റെടുത്തപ്പോൾ ആ കമ്പനിയുടെ അണ്ടറിലായിട്ട് ഈ ഒരു ടീം മാറി. അടുത്തത് ഡൽഹി ഡയർഡെവിൾസ് എന്നാണ് ആദ്യ ടീമിൻ്റെ പേരുണ്ടായത്. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് എന്നറിയപ്പെടുന്ന ഡൽഹി ടീമാണ്. അതിൻ്റെ ഓണേഴ്സ് ആദ്യം ഉണ്ടായിരുന്നത് GMR ആണ്. പിന്നീട് JSW സ്പോർട്സ് അവരുടെ ഒരു മേജർ സ്റ്റേക്ക് എടുത്തിട്ടുണ്ട് ആ കമ്പനിയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്കറിയാം, JSWൻ്റെ പല കമ്പനികളും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഏതൊക്കെ കമ്പനികളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ നല്ല പെർഫോമൻസ് തന്ന പല കമ്പനികളും JSWൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് അതേക്കുറിച്ച്. അടുത്ത പ്രധാനപ്പെട്ട ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. സൺ TVയുടെ അണ്ടറിൽ വരുന്ന കമ്പനിയാണിത്. നിങ്ങൾക്കറിയാം, സൺ TV നെറ്റ്വർക്ക് ഓൺ ചെയ്യുന്നത് കലാനിധി മാരനാണ്. ഈ കമ്പനിയും ആദ്യം ഈ ടീം ഡെക്കാൻ ചാർജേഴ്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഡെക്കാൻ ക്രോണിക്കിൾസിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ പിന്നീട് ആ ടീം പിരിച്ചുവിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയതാണ്. ആ സമയത്താണ് ഈ സൺ TV അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നത്. സൺ TVയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഇനി IPL വന്ന ഏറ്റവും പുതിയൊരു ടീമായ LSG ലക്നൗ സൂപ്പർ ജയൻസ്. ഈ ടീമും സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയുടെ കീഴിലാണ്. ഇന്ത്യൻ ബിസിനസ്സിലെ ഒരു ഭീമനാണ് സഞ്ജീവ് ഗോയങ്ക. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന RPSG എന്നുള്ള ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ടീം വരുന്നത്. ഇതൊരു പുതിയ ടീമാണ്. 2021 ഈ ടീം നിലവിൽ വന്നത്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ടീമുകൾ ഓണർഷിപ്പ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഈ വർഷത്തെ IPL ആര് ജയിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് IPL കാണുന്ന പ്രധാനപ്പെട്ട ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ആഡുകൾ കണ്ടാൽ അതിൻ്റെ ഏതൊക്കെ കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്